മരണാനന്തര ചടങ്ങുകളുമെല്ലാം കഴിഞ്ഞ് അവസാനമായി വീട്ടിൽ നിന്ന് പോയത് അവരുടെ ഉമ്മയായിരുന്നു. പോകാൻ നേരം എൻ്റെ 10ഉം 12ഉം വയസ്സ് വീതമുള്ള 2 പെൺമക്കളെ കൊണ്ട് പോയിക്കോട്ടെയെന്ന് അമ്മായിയമ്മ എന്നോട് ചോദിച്ചു. അവർ വരികയാണെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞു. പക്ഷെ അവർക്ക് എന്നെ വിട്ടുപോകാൻ താല്പര്യമില്ലായിരുന്നു. മക്കളുടെ തീരുമാനം തളർന്നു കിടന്ന എൻ്റെ മനസ്സിന് ഉണർവ് പകർന്നു. എല്ലാം ഒന്നേന്ന് തുടങ്ങണം. പഴയതുപോലെ കിടന്നുറങ്ങിയാൽ വിളിച്ചുണർത്താൻ അവളിനെ ഇല്ല എന്ന സത്യം മനസ്സിലാക്കിയത് കൊണ്ടാവാം 5 മണിക്ക് ഞാൻ ഉറക്കമെഴുന്നേറ്റു. 4-5 കൊല്ലം ഗൾഫിൽ ജീവിച്ചതുകൊണ്ട് പാചകവും വീട്ടുജോലിയും ഒന്നും എനിക്ക് വലിയ ടാസ്കായി തോന്നിയില്ല. കുട്ടികൾ അവരുടെ ദിനചര്യകളൊക്കെ കൃത്യമായി ചെയ്തു വന്നപ്പോൾ സ്കൂളിലേക്കുള്ള ലഞ്ച് ബോക്സ് ഞാൻ റെഡിയാക്കി കയ്യിൽ കൊടുത്തു. സ്കൂൾ ബസ് കൃത്യസമയത്ത് തന്നെ വന്നു. അവരെ സ്കൂളിലേക്ക് അയച്ചതിന് ശേഷമാണ് ഇച്ചിരി പാത്രങ്ങൾ കഴുകിയതും തുണികൾ വാഷ് ചെയ്തതും വീടടിച്ചു വാരിയതും ഒക്കെ. അപ്പോഴേക്കും മണി 1 കഴിഞ്ഞു. ശീലമില്ലാത്ത വീട്ടുജോലികൾ ചെയ്തതുകൊണ്ടാകാം ശരീരത്തിന് നല്ല ക്ഷീണം തോന്നി. വെറുതെ ഒന്ന് നടുനിവർക്കാനായി കട്ടിലിൽ കിടന്നതേയുള്ളൂ. മക്കളുടെ വിളി കേട്ട് ഉണരുമ്പോഴാണ് അതുവരെ ഞാൻ ബോധം കേട്ട് ഉറങ്ങുകയായിരുന്നെന്ന് മനസ്സിലായത്. അന്ന് രാത്രി കുട്ടികൾ ഉറങ്ങിയതിന് ശേഷം ഉറക്കം വരാതെ കിടക്കുമ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ചിന്തിക്കുന്നത്. ഞാനിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കുട്ടികളുടെ കാര്യവും നോക്കി വീട്ടിലിരുന്നാൽ മതിയോ? ജോലിക്ക് പോകണ്ടേ? വരുമാനമില്ലാതെ എങ്ങനെ ജീവിക്കും? നാളെ കുറച്ചുകൂടെ നേരത്തെ ഉറക്കം എഴുന്നേൽക്കണം. 8 മണിക്ക് മുൻപ് വീട്ടുജോലികളൊക്കെ ഒതുക്കി കുട്ടികളെ തയ്യാറാക്കി നിർത്തിയിട്ട് ജോലിക്ക് പോകണം. അങ്ങനെ ചിന്തിച്ച് കിടന്ന് എപ്പോഴോ ഒന്നുറങ്ങി. 4 മണിക്ക് അലാറം കേട്ട് എഴുന്നേറ്റപ്പോൾ തൊട്ടപ്പുറത്തെ കുട്ടികളുടെ മുറിയിൽ ലൈറ്റ് കിടക്കുന്നത് കണ്ട് ഉത്കണ്ഠയോടെ ചെന്ന് തട്ടി വിളിച്ചു. എന്താ മോളെ, നീ ഉറങ്ങിയില്ലേ? കതക തുറന്ന മൂത്ത മകളോട് ഞാൻ ചോദിച്ചു. ഇല്ലുപ്പാ, എനിക്ക് സുഖയില്ലായിരുന്നു. എന്തുപറ്റി? പനിയുണ്ടോ? ഞാൻ നെറ്റിയിൽ കൈവച്ച് നോക്കി. അതല്ലുപ്പാ, എനിക്ക് വയറുവേദന കൊണ്ട് വയ്യ. മോളെ, നിനക്കിത് എല്ലാ മാസവും ഉണ്ടാകുന്ന വയറുവേദനയാണോ? അതെ ഉപ്പ. അയ്യോ, ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ഗുളിക വല്ലതിരിപ്പുണ്ടോ മോളെ? ഗുളിക ഇല്ലുപ്പാ. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഉമ്മ ചൂടുപിടിച്ച് തരുമായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ എൻ്റെ ഉമ്മയില്ലല്ലോ. അത് മുഴുവിക്കുന്നതിന് മുൻപ് തന്നെ അവൾ തേങ്ങി കരഞ്ഞുപോയി. അവളോടൊപ്പം ഞാനും ഒന്ന് വിതുമ്പി. മോള് വിഷമിക്കണ്ട, ഉമ്മയില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഉപ്പയില്ലേ? മോള് കിടക്ക്, ഉപ്പ പോയി വെള്ളം ചൂടാക്കിയിട്ട് വരാം. ഒരു കലത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചതിനൊപ്പം സോസ്പാനിൽ കാപ്പിക്കുള്ള പാലും ഒഴിച്ചു വെച്ചു. വയറ്റിൽ ചൂട് പിടിച്ചതിന് ശേഷം ചൂട് കാപ്പിയും കൂടെ കുടിച്ചപ്പോൾ അവളൊന്ന് ഉഷാറായി. ഉപ്പാ, എനിക്കൊരു 100 രൂപ തരുമോ? യൂണിഫോം ധരിച്ചു വന്ന മൂത്ത മകള് എന്നോട് ചോദിച്ചു. അതെന്തിനാ മോളെ? അത് പിന്നെ വിസ്പർ തീർന്നിരിക്കുക. സ്കൂളിലെ സ്റ്റോറിലുണ്ട്. സ്കൂള് വിട്ട് വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വരാനാണ്. അങ്ങനെ 100 രൂപയും കൊടുത്ത് 2 പേരെയും സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ടാണ് ഞാനന്ന് ജോലിക്ക് പോയത്. ദിവസവും മാസങ്ങളും കടന്നു പോയപ്പോൾ ഇളയ മോളും വയസ്സറിയിച്ചു. അമ്മായിയമ്മയും അളിയൻ്റെ ഭാര്യയുമൊക്കെ വന്ന് അവളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കി. അങ്ങനെ മക്കൾ 2 പേരും വളർന്നുകൊണ്ടിരുന്നു. 2 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെങ്കിലും കാഴ്ചയിൽ 2 മക്കളും ഒരേ വളർച്ചയായിരുന്നു. ഇതിനിടയിൽ എൻ്റെ വീട്ടിൽ നിന്നും ഭാര്യയുടെ വീട്ടിൽ നിന്നും എന്നെക്കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ വല്ലാത്ത പ്രഷറുണ്ടായി. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. നിനക്കൊരു കൂട്ട് വേണ്ടേ? എത്ര നാൾ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? എനിക്കിപ്പോൾ എൻ്റെ മക്കളുണ്ട് കൂട്ടിന്. ആദ്യം അവരുടെ വിവാഹമൊക്കെ ഒന്ന് കഴിയട്ടെ, അതിനുശേഷം വേണമെങ്കിൽ ആലോചിക്കാം. അങ്ങനെ തൽക്കാലം അവരിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറി. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപേ കുട്ടികളുടെ 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. അവർ അവരുടെ ജീവിത തിരക്കുകളിലേക്ക് കടന്നു. അപ്പോഴാണ് ആ വീട്ടിൽ ഇനി മുതൽ ഞാൻ തനിച്ചേ ഉള്ളുവെന്ന ബോധ്യം എനിക്കുണ്ടായത്. പകൽ സമയങ്ങളിൽ ജോലിയും കൂട്ടുകാരും ഒക്കെയായി കഴിച്ചു കൂട്ടുമെങ്കിലും രാത്രിയിൽ ഒറ്റയ്ക്കാകുമ്പോൾ ഒരു വല്ലാത്ത ഭീതി എന്നെ ഗ്രസിക്കാറുണ്ട്. ചില സമയങ്ങളിൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകുമ്പോഴും നെഞ്ചിൽ കൊളുത്തി പിടുത്തമുണ്ടാകുമ്പോഴുമൊക്കെ ആരെങ്കിലും അടുത്തുണ്ടായിരുന്നുവെങ്കിലെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു പോയി. പണ്ട് ബന്ധുക്കളൊക്കെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചപ്പോഴൊക്കെ എൻ്റെ ധൈര്യവും അഹങ്കാരവും എൻ്റെ 2 പെൺമക്കളായിരുന്നു. വിവാഹം കഴിഞ്ഞാലും അവരിൽ ഒരാളെങ്കിലും എന്നോടൊപ്പം ഉണ്ടാവുമെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെ അവർക്ക് 2 പേർക്കും അവരുടെ ജീവിതമായിരുന്നു വലുത്. ആദ്യമൊക്കെ വല്ലപ്പോഴും കൂടി അവരെന്നെ ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നു. പിന്നീട് അത് കുറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു തുടങ്ങി. ഇപ്പോൾ ഞാൻ വിളിച്ചാലും അവർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ തിരക്കായിരിക്കും. സത്യത്തിൽ ഭാര്യ മരിച്ചപ്പോഴല്ല, എൻ്റെ മക്കളെന്നെ മറന്നപ്പോഴാണ് ഞാൻ ശരിക്കും അനാഥനായത്. ഈ ഭൂമിയിൽ എൻ്റെ ദൗത്യം പൂർത്തിയായി. ഇനി ഇവിടെ എനിക്ക് ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ചോർത്ത് കണ്ണടച്ചു കിടന്നു. എപ്പോഴോ ഞാൻ ഉറങ്ങി. ഇനി ഉണരുമോ എന്നറിയാത്ത ഉറക്കം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ.
കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.